നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 യുവാക്കൾ പോലീസ് കസ്റ്റഡിയിലായി. പാരഡൈസ് ബസ്സിലെ കണ്ടക്ടറും ആനയ്ക്കൽ വലിയ പറമ്പിൽ വീട്ടിൽ അരവിന്ദാക്ഷന്റെ മകനുമായ അഖിലിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന അഖിലിനെ പ്രതികൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. 6 മാസം മുമ്പ് ബസ്സിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് ഈ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. പഴയ വൈരാഗ്യം തീർക്കാനായി പ്രതികൾ കണ്ടക്ടറെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റ അഖിലിനെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലുള്ള യുവാക്കളെ ചോദ്യം ചെയ്തു വരികയാണ്. എരുമപ്പെട്ടി വെള്ളറക്കാട് പെയിന്റിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെള്ളറക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനടുത്ത് താമസിക്കുന്ന ചുള്ളിയിൽ ലത്തീഫിന്റെ മകൻ പെയിന്റിംഗ് തൊഴിലാളിയായ നിയാസ് ആണ് മരിച്ചത്. 45 വയസ്സാണ്. പേങ്ങാട്ടുപാറയിൽ വീടിന്റെ പെയിന്റ് ചെയ്യുന്നതിനിടയിൽ മുകളിൽ നിന്നും വീണ് ഗുരുതര പരിക്കുപറ്റി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത്. ഫാത്തിമ ഭാര്യയാണ്. സാബിദ്, റമീസ്, സഫ്രിൻ എന്നിവർ മക്കളും. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 11-ന് പേങ്ങാട്ടുപാറ ബദരിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. വിഷുക്കാലത്ത് മലയാളിയുടെ തീന്മേശയിൽ വിഷരഹിത പച്ചക്കറികൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിഷു ചന്ത ആരംഭിച്ചു. ചന്തയുടെ ഉദ്ഘാടനം കുന്നംകുളം കൃഷി ഓഫീസർ S. ജയൻ നിർവഹിച്ചു. ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി. ജോസ് സ്വാഗതം പറഞ്ഞു. സരിത, ശ്രീകല, സജിനി, അമൽരാജ് എന്നിവർ ചന്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രാദേശിക കർഷകർ പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ പച്ചക്കറികളാണ് മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. വിഷു സദ്യയ്ക്കും വിഷുക്കണിക്കും ആവശ്യമായ കണിവെള്ളരി, മത്തൻ, കുമ്പളം, പയർ, പാവയ്ക്ക, പടവലം തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളും ഇവിടെ ലഭിക്കും. കൂടാതെ വിഷുക്കട്ട തയ്യാറാക്കാൻ ആവശ്യമായ ജൈവ ഉണക്കലരി, നാളികേരം എന്നിവയും ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇതിലൂടെ സാധിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക കർഷകർക്ക് മികച്ച വിപണി ഒരുക്കുക കൂടിയാണ് ഈ സംരംഭത്തിലൂടെ കൃഷിഭവൻ ലക്ഷ്യമിടുന്നത്. വിഷു വിഭവങ്ങൾ വാങ്ങാനായി നിരവധി പേരാണ് ചന്തയിലേക്ക് എത്തുന്നത്. വിഷുവിന് വീടുകളിൽ കണി കാണാൻ വയ്ക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമം നേരിടുന്നു. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയാണ് ക്ഷാമത്തിന് പ്രധാന കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിഗ്രഹ നിർമ്മാണത്തിനാവശ്യമായ ഫൈബർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും നിറം നൽകുന്നതിനുള്ള സീലർ, മെലാമിൻ, ഗോൾസി, ടിന്നർ, പശ, പെയിന്റ് തുടങ്ങിയവയും സാധാരണയായി ചൈനയിൽ നിന്നാണ് കണ്ടെയ്നർ മാർഗം എത്തുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചില തുറമുഖങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം കഴിഞ്ഞ 2 മാസമായി ഈ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിഗ്രഹ നിർമ്മാണം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഓർഡർ എടുത്ത പല ശില്പികൾക്കും സമയബന്ധിതമായി ഇവ വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മൊത്ത വ്യാപാരികളിലെ പഴയ സ്റ്റോക്കുകൾ പോലും ഇതിനകം വിറ്റഴിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. സാധാരണയായി വിഷുവിന് മുന്നോടിയായി 100 കണക്കിന് കൃഷ്ണരാധ വിഗ്രഹങ്ങളാണ് വിപണിയിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി അവസാനം മുതൽ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ വിപണിയിൽ ഇവയുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുക്കണിക്കായി മികച്ച മനോഹരമായ വിഗ്രഹങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം വിഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുമെത്തിയ വ്യാപാരികൾക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്കും നിരവധി തൊഴിലാളികളുടെ ഉപജീവനവും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി. പൂക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വിഷ്ണുദേവ്, തീർത്ഥാദേവ് എന്നിവർ വിജയികളായി. 2ാം സ്ഥാനം കിരൺ, അഭിഷേക് എന്നിവർ കരസ്ഥമാക്കി. പ്രശസ്തനായ ബാഡ്മിന്റൺ ദേശീയ അമ്പയർ മികച്ച കളിക്കാരനും പരിശീലകനുമായ വിനോയ് വിൻസെന്റിനെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് വി സമ്മാനദാനം നടത്തി. ക്ലബിനു വേണ്ടി കൺവീനർ സിജോ ചീരൻ, വിൻസെന്റ്, പ്രസിഡന്റ് ജോൺസൺ ഒലക്കെങ്കിൽ, സേവ്യർ പനക്കൽ എന്നിവർ സംസാരിച്ചു.
മറ്റം നിത്യസഹായ മാതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി മറ്റം ഫൊറോനയിലെ കൂനമൂച്ചി, ആളൂർ, വാഗ എന്നീ ഇടവകകളിൽ നിന്നുള്ള ഒന്നാം കനകക്കുന്ന് തീർത്ഥാടനം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ സമാപിച്ചു. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങളെ സ്വീകരിച്ചു. ഫാദർ ജെയ്സൺ മാറോക്കി, ഫാദർ ജാക്സൺ ചാലക്കൽ, ഫാദർ ജോബി പുത്തൂർ, ഫാദർ ഫെബിൻ കുത്തൂർ എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹബലി നടന്നു. ഏപ്രിൽ 13, 14, 15 ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 9:30 വരെ കനകക്കുന്ന് ബൈബിൾ കൺവെൻഷൻ നടക്കും. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു തിരുനാൾ ആഘോഷം. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച പ്രസുദ്ധേന്തിവാഴ്ചയും കൂടുതുറക്കൽ ശുശ്രൂഷയും വിവിധ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പുകളുടെ വിതരണവും നടന്നു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തിച്ചേർന്ന് വാദ്യവർണ്ണ വിസ്മയങ്ങളോടെ സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ ജിഫി മേക്കാട്ടുകുളം മുഖ്യകാർമ്മികനായി. ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 ഫാദർ സിൻഡോ തൊറയൻ കാർമ്മികനായി ദിവ്യബലിയുണ്ടായി. തുടർന്ന് പ്രദക്ഷിണവും 7 മണിക്ക് ഫ്യൂഷൻ നൈറ്റും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, കൈക്കാരന്മാരായ കെ ആൻഡ്രൂസ്, ഫ്രാൻസോ ഫ്രാൻസിസ്, ജനറൽ കൺവീനർ സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവെങ്കിടം NSS കരയോഗത്തിലെ 200 കുടുംബങ്ങൾക്ക് വിഷുക്കണി ഒരുക്ക് കിറ്റ് വിതരണം ചെയ്തു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ കരയോഗത്തിലെ മുതിർന്ന അംഗമായ വി പുരുഷോത്തമൻ നായർക്ക് കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശ്രീനാരായണൻ, ഷൺമുഖൻ തെച്ചിയിൽ, സുകുമാരൻ കണ്ണത്ത്, ഗോപി മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.